തിരഞ്ഞെടുപ്പ് ഫലം ആദ്യം അനുകൂലമായി വരുന്നത് തൃക്കാക്കരയിലാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ UDF കോട്ട തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷവും പങ്കുവയ്ക്കുന്നു. കോൺഗ്രസ് എപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടിയെന്ന് സ്ഥാനാർത്ഥി ഉമാ തോമസ് പറഞ്ഞു. കോൺഗ്രസ് വർഗീയത പറഞ്ഞു വോട്ട് തരാൻ ശ്രമിക്കുന്നു എന്നാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. UDFിന് ഏറ്റവും ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. ഇപ്പോൾ തൃക്കാക്കരയിലെ സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസ് ആണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി മാതൃഭൂമി ന്യൂസിന് ഒപ്പം ചേരുന്നത്. ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ആദ്യം വരുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തൃക്കാക്കരയിൽ ഉമാ തോമസ് ജയിക്കുമെന്നാണ് പ്രതീക്ഷ നേരത്തെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആളുകളെ കാണുന്നു? പ്രചരണം ഉറപ്പായിട്ടും നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അടുക്കും ചിട്ടയോടും കൂടി UDF പ്രവർത്തകരെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനെതിരെ വിധി എഴുതുവാനായിട്ട് തൃക്കാക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ശങ്കുലിയും മുഴങ്ങിയിരിക്കുകയാണ്. ഏപ്രിൽ 9-ന് ഓരോ ബീപ് ശബ്ദവും ഈ പിണറായി ഗവൺമെൻറ്റിനെതിരെയുള്ളതായിരിക്കും എന്നുള്ളത് എനിക്കൊരു സംശയമില്ല. നമ്മൾക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം ആദ്യത്തെ ഫേസ് മെട്രോൻ്റെ വർക്ക് നടത്തി കഴിഞ്ഞപ്പോൾ 22 റോഡും 4 പാലങ്ങളും സംഭാവന ചെയ്തുകൊണ്ട് ഔട്ടർ റീജിയനിലുള്ള ആളുകൾ പോലും യാത്രയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ചെയ്ത വിഷയങ്ങളുണ്ടായിരുന്ന, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫേസ് മെട്രോ പ്രവർത്തനം ഇതുവരെ അത് പൂർത്തിയാക്കിയിട്ടില്ല. അത് മെട്രോയുടെ ഒരു ട്രയൽ റൺ പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് അവിടെ സഞ്ചാരയോഗ്യമായി ഒരു വഴി പോലും ശരിയാക്കി തരാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. നല്ല ചൂടേറി വരികയാണ്. പ്രചരണം ചൂടോടെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഒരുപാട് നന്ദി. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നത് തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥിയായ പുഷ്പ ദാസാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു സ്വീകരണവും അവരുടെ മനസ്സിലിരിപ്പുമൊക്കെ എങ്ങനെയാണ് അറിയാൻ സാധിക്കും? വലിയ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള, ആവേശത്തോടു കൂടിയിട്ടുള്ള, സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു സ്വീകരണമാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ. അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത്തരത്തിലുള്ള ഒരു ചേർത്ത് വയ്ക്കൽ എനിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ പോരടിക്കുമ്പോഴത്തേക്കിനുമുള്ളൊരു സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ UDFിൻ്റെ കോട്ടയെന്ന് അവകാശപ്പെട്ടിട്ടുള്ള പല മണ്ഡലങ്ങളും തകർത്തെറിഞ്ഞിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ വികസനത്തിന് ഒരു മാറ്റം വേണമെന്ന് തൃക്കാക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉജ്ജ്വല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. തൃക്കാക്കരയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിക്കും എന്നുള്ള ഫലമാണ് അവരെ കാത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. തൃക്കാക്കരയിൽ റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വെന്നിക്കൊടി വാറിക്കുന്ന ഒരു ദിവസമായിരിക്കും മെയ് 4 എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങളിലുള്ള ആത്മവിശ്വാസം. കരുത്തരായ സ്ഥാനാർത്ഥികളാണ് തൃക്കാക്കരയിൽ ഏറ്റുമുട്ടുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.